വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു തീപിടുത്തം ഉണ്ടായിട്ട്. പക്ഷേ ഇപ്പോഴും അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ക്യാമറമാൻ മുനീഫ് തിരൂർ പകർത്തുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ കറുത്ത പുകകൾക്കിടയിലൂടെ തന്നെ ആ തീനാളം വീണ്ടും വീണ്ടും ഉയർന്നു പൊങ്ങുന്ന ഒരു കാഴ്ചയാണ്. കെട്ടിടത്തിന്റെ 3ാം നിലയിലാണ് ഈ വിധത്തിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഈ ഇടത്തെ ഭാഗത്താണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്നുള്ള ഒരു തുണിക്കട. അതിന്റെ ഗോഡൌണാണ് ഏറ്റവും മുകളിൽ. ആ മുകളിലെ നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. തൊട്ടുപിറകെ പിന്നീട് അതിന്റെ സെയിൽസ് ഭാഗത്തേക്ക് കൂടി അത് വ്യാപിക്കുകയായിരുന്നു. ആ വേളയിൽ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം തന്നെ വളരെ വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ അത് സമീപത്തുള്ള കടകളിലേക്ക് കൂടി വ്യാപിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ വളരെ വേഗത്തിൽ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറിയും മറ്റു തരത്തിലുള്ള ദുരന്തമൊന്നും ഉണ്ടായില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. 8 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഇപ്പോൾ ഒരു മണിക്കൂറിലേറെയായി നിന്നുകൊണ്ട് അത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. ആ കറുത്ത പുകകൾക്കിടയിലൂടെ ഇടയ്ക്കിടയ്ക്ക് വലിയ തീനാളം ഉയരുന്നുണ്ട്. അതായത് ആ ഗോഡൌണിലുള്ള തുണികളെല്ലാം ഏറെക്കുറെ ഇപ്പോൾ അത് കത്തി നശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ഭാഗത്ത് നിന്നുകൊണ്ട്, ഒന്ന് റോഡിന്റെ ഭാഗത്തു നിന്നും മറ്റൊന്ന് ബസ് സ്റ്റാൻഡിന്റെ അകത്ത് നിന്നുകൊണ്ടും, ഈ 2 ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വിധത്തിൽ ഒരു മണിക്കൂറിലേറെയായിക്കൊണ്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. സമീപ ജില്ലകളിൽ നിന്ന് കൂടി ഫയർ എഞ്ചിനുകളും ആവശ്യമായിട്ടുള്ള മറ്റ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂടുതൽ ഫയർ എഞ്ചിനുകളിലെത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തീ മറ്റ് ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രധാനമായും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തൊട്ടടുത്ത് മറ്റൊരു കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി ആ ഭാഗത്ത് പൂർണ്ണമായും വെള്ളം അടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിന്റെ തൊട്ടരികിലേക്ക് കൂടി ഇപ്പോൾ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ്